ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വന്നിട്ട് മഞ്ജു രൂപേഷ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മെഷർമെൻറ്റിന്, അതായത് എൻ്റെ ഹെഡിൻ്റെ മെഷർമെൻറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. അതാണോ അതിന് ആർക്കാണോ ചെയ്യാൻ പോകുന്നത് വെച്ചെങ്കിൽ അവർ ഹെഡിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക കേട്ടോ. എന്നിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്പോഴായിരിക്കും ഒന്നും കൂടെ പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണാൻ കുഞ്ഞ് ബെല്ലായി കണ്ടല്ലോ, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ക്ലോത്ത് എന്ന് പറയണത് ഒരു സ്റ്റിഫായി നിൽക്കുന്ന ക്ലോത്താണ്. അപ്പോൾ നമുക്ക് എല്ലാവിധ ക്ലോത്തിലും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് സ്റ്റിഫായി നിൽക്കുന്ന ക്ലോത്ത് ആയിരിക്കുമ്പോൾ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ളൊരു ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ ഫോൾഡായി നിൽക്കുന്ന പീസുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടർഫ്ലൈയുടെ ഹെയർ ബാൻഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസ് എടുക്കണം. പ്രത്യേകം നമ്മൾ ക്യാൻവാസ്, അതായത് നമ്മളിപ്പോൾ സാധാരണ ഡ്രസ്സിനൊക്കെ വെക്കുന്ന ആ ക്യാൻവാസ് തന്നെയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ക്യാൻവാസ് ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അത് എന്താണ്, നമ്മൾ അതിന് പകരം 2 ക്ലോത്ത് തന്നെ ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട്, കോട്ടൻ്റെ ക്ലോത്തൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ ലൈനിങ് ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നും കൂടി നമുക്ക് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. കാരണം നമുക്ക് ആ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക്, ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ക്യാൻവാസിൻ്റെ പീസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിന് നമ്മൾ ആ ഒരു ഫോൾഡിൻ്റെ അതേ ഒരു സൈസിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ എടുത്തിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെഷീനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ മെഷീൻ ഇല്ലാത്തവരുണ്ടെങ്കിൽ ടെൻഷൻ വേണ്ട കേട്ടോ. കാരണം നമുക്ക് എംബ്രോയ്ഡറി പഠിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ അറിയാത്തവരാണ്, സൂചി നൂലും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊരു മുന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് നൂല് സൂചിയും വെച്ചിട്ട് നമുക്ക് അങ്ങനെ കോർത്തെടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ നമ്മൾ ചീത്ത വശം നല്ല വശം തമ്മിൽ അകമുറം മറക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല വശത്തേക്ക് നമ്മൾ മറക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മളിനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിൻ്റെ അലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അലാസ്റ്റിക് നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഹെഡിൻ്റെ ഹെഡിൻ്റെ അതായത് ബാക്ക് നമ്മുടെ ചെവി മുതൽ ഇപ്പോഴത്തെ ചെവി വരെയുള്ള അളവിൻ്റെ പകുതിയുള്ള അളവ് മതി കേട്ടോ. ഇപ്പോൾ നമ്മളൊരു 5 ഇഞ്ചൊക്കെയാണ് എടുത്തിട്ടുള്ളത് വെച്ചെങ്കിൽ 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് കണക്കാക്കിയിട്ടുള്ള അലാസ്റ്റിക് മാത്രം എടുത്താൽ മതി. അത് നമ്മൾ നല്ല സ്ട്രോങ് ആയി നിൽക്കുന്ന അലാസ്റ്റിക്കാണ്, നമുക്ക് അത് ഒന്നും കൂടെ ലൂസാക്കി എടുക്കേണ്ടി വരും കേട്ടോ. 1 ഇഞ്ചും കൂടെ ചിലപ്പോൾ കൂട്ടിയെടുക്കേണ്ടി വരും. അല്ലാത്തത് നമ്മൾ സ്മൂത്തായിട്ടുള്ള നല്ല അലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ നമുക്ക് നേർ പകുതിയായിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ തന്നെ നമുക്ക് അതിനെ കവർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ, അത് എലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് അതിനൊരു ബോൾ പിന്ന് വെച്ച് ഉറപ്പിച്ച് കൊടുത്തിട്ട് നമുക്കതിനെ ചുരുട്ടിയിട്ട് നമ്മൾ ബാക്ക് ഭാഗത്ത് വരുന്ന ഒരു പീസാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക.
ഇത് ബട്ടർഫ്ലൈ ഹെയർ ബാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഏതാണ്ട് പണിയൊക്കെ നമ്മൾ ഇവിടെ ഓരോ ഭാഗങ്ങളായിട്ട് പാഴ്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊക്കെ ജോയിൻറ്റ് കൊടുക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാനിനിയിപ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സെൻറ്റർ പോർഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ ക്ലോത്ത് വെക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ആ ഒരു റിബൺ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചീത്ത വശം നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. രണ്ട് ഭാഗം ചീത്ത വശം വെച്ചിട്ട് നമ്മളതിന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിന് ബാക്കി വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നല്ല വശം ചീത്ത വശമാക്കിയിട്ട് നമ്മൾ മറച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളെ ഹെയർ ബാൻഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഏതാണ്ട് ജോയിൻ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഒരു വശം കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ ഫിനിഷ് ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ആ ഒരു ഭാഗം കൂടെ ഫിനിഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ ഹെയർ ബാൻഡ് ഇവിടുത്തെ ഈ ഒരു ഭാഗം കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ സ്പെഷ്യലായിട്ട് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.